ഹായ് ഹലോ. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് സോസ് പാസ്ത കേട്ടോ. അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. 1 കപ്പ് മിൽക്ക്, ഗാർലിക്ക്, ഓയിൽ, അതുപോലെ തന്നെ ഇത് ക്യാരറ്റും ക്യാപ്സിക്കോയും മിക്സ് ചെയ്ത് കട്ട് ചെയ്തതാട്ടോ. പിന്നെ ഉപ്പ്, മൈദ, ചീസാണ്. ഞാൻ സ്ലൈസ് ആയിട്ടുള്ള ചീസാട്ടോ മേടിച്ചിരുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വരുന്ന പാസ്തയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്പിൽ വരുന്ന പാസ്ത ഉണ്ട്. ബട്ട് എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാസ്തേൻ്റെ ഷേപ്പാട്ടോ ഇത്. ഞാൻ എപ്പോൾ പാസ്ത ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പാസ്ത മേടിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഒരു മിൽമൻ്റെ ബട്ടറുമാണ് ഞാനിവിടെ ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. നമുക്ക് പാസ്ത ഉണ്ടാക്കാം. ഫസ്റ്റിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. കാരണം നമുക്ക് ഫസ്റ്റ് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളച്ച് വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പാസ്ത നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പാസ്ത ഒരു 80% വേവിച്ചെടുക്കണം. ഓവർ വേവിച്ചെടുക്കണ്ട, ഒരു 80% നമ്മൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഉപ്പില്ല നമുക്ക് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് അതിലേക്ക് പിടിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലും വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം അതൊന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് വേറിട്ട് നിൽക്കണ്ടേ, ഒട്ടി നിൽക്കരുത്. അപ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ, കാണാനൊരു രസം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതിലേക്ക് സോസ് ഉണ്ടാക്കുമ്പോൾ ചീസൊക്കെ ഇട്ടുകൊണ്ട് അത് എന്ത് ചെയ്യും, ഒന്നിങ്ങനെ ഒരു ഒട്ടി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഓയിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സെറ്റായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാണ്ട് പിന്നെ മസാല റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് നമ്മളതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. കാരണം എൻ്റെ വീട്ടിൽ ഓയിലിൽ എന്ത് ഫുഡുണ്ടാക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യല് സൺഫ്ലവർ ഓയിലാട്ടോ. കാരണം അത് നല്ലൊരു ഓയിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സൺഫ്ലവർ ഓയിൽ. പിന്നെ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഗാർലിക്കാണ്. പിന്നെ പ്രത്യേകം നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നമ്മൾ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. കാരണം അത് കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ഓയിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കോയും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മൾ അരിഞ്ഞു വെച്ചില്ല, അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് നമുക്ക് ഉപ്പില്ലാന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വേവിച്ചതിന് ശേഷം അത് നമുക്കൊന്ന് മാറ്റി വെക്കാം വേറൊരു സൈഡൊക്കെ. ഈ സെയിം പാനിന് ഞാനൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ആ ഒരു പാനിന് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ മിൽമൻ്റെ ബട്ടർ നമുക്കൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. കാരണം കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും, പിന്നെ ആകെ കുളവില്ല. നമുക്ക് നന്നായി മെൽറ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എന്ത് ചെയ്യുക, മൈദ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഒപ്പം മൈദ ഇട്ട് കൊടുക്കരുത്, കുറേ മൈദ കുറച്ചായിട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്താൽ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വരിക. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഒരു 1 കപ്പ് മിൽക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ മൈദ ഇട്ട പോലെ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മളതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒനിയൻ അങ്ങനത്തെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ക്യാപ്സിക്കയും ക്യാരറ്റും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പാസ്ത ഉണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ച് അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന്
ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇനി നമുക്കിതിലേക്ക് ചീസും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ചീസും കൂടി ഇട്ടാൽ അത് കാണാൻ നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ചീസും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.